തിരുവനന്തപുരത്തേക്കാണ് ഇനി അവിടെ പോത്തൻകോട് മുൻ സൈനികനെ മർദ്ദിച്ച് സ്വർണവും പണവും കവർന്നതായി പരാതി. കടകംപള്ളി ആനയറ സ്വദേശി വിധുവിനാണ് മർദ്ദനമേറ്റത്. യുവതിയും 2 പുരുഷന്മാരും ചേർന്നുകൊണ്ടാണ് ആക്രമിച്ചതെന്ന് പരാതിയുണ്ട്. മോഷണശേഷം ഒളിവിൽ പോയ പ്രതികളെ ആലപ്പുഴയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്വാന്തന സാജു ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. സ്വാന്തന, ഇതെങ്ങനെയാണ് ഇത്ര വലിയൊരു കവർച്ച നടത്താൻ ഈ പ്രതികൾക്ക് സാധിച്ചത്? ഈ മുൻ സൈനികനുമായി ഇവർക്ക് മുൻപരിചയം ഉണ്ടായിരുന്നോ? അഷ്ഹാസ്, തിരുവനന്തപുരം പോത്തൻകോടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. കടകംപള്ളി സ്വദേശിയായ വിധു 68 വയസ്സുകാരനാണ്, വിമുക്ത ഭടനാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മോഷണം ഇപ്പോൾ 3 പേർ ചേർന്ന് നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി പോത്തൻകോട് പോലീസിനാണ് നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്നത് പ്രകാരം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വിധുവിന് പരിചയമുള്ള ഒരു സ്ത്രീയാണ് ദീപ. ഇവരെ കഴിഞ്ഞ കുറച്ച് നാളുകളായി വിധുവിനെ അറിയുകയും ചെയ്യുക. ഇവരും 2 സുഹൃത്തുക്കളും കൂടി വിധുവിന്റെ പുതിയ വീട് കാണാനെന്ന വ്യാജേന ഇവരുടെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ വന്നതിന് ശേഷം വിധുവിന് മദ്യം നൽകുന്നു. മദ്യം നൽകി അവശനാക്കിയ ശേഷം മർദ്ദിക്കുകയാണ് ചെയ്തത്. മർദ്ദിച്ച് വീണ്ടും അവശനാക്കി. അങ്ങനെ വിധുവിന്റെ ബോധം നഷ്ടപ്പെടുന്നു. ആ സമയത്താണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത്. ഒരു മാല, ഒരു ചെയിൻ, അതുപോലെ തന്നെ 3 മോതിരം, 8000 രൂപ, അതുപോലെ തന്നെ ഈ ATM കാർഡ് അടക്കമുള്ള സാധനങ്ങൾ ഈ 3 പേരും ചേർന്ന് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. ഏതാണ്ട് 9 പവനോളം സ്വർണം ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 8000 രൂപയും മറ്റ് കാർഡുകളും നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് വിധു അപ്പോൾ പോലീസിൽ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ സംഭവം നടന്ന ഞായറാഴ്ചയാണെങ്കിലും ഇവരുടെ മർദ്ദനത്തിൽ വിധുവിന് സാരമായി പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആശുപത്രിയിലൊക്കെ പ്രവേശിച്ച് അതിന് ചികിത്സയൊക്കെ തേടിയ ശേഷമാണ് ഇന്നലെ എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പരാതി ഇപ്പോൾ നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ 3 പേരെയും കുറിച്ച് അതിൽ ഒരാളെ മാത്രമാണ്, ദീപ എന്ന യുവതിയെ മാത്രമാണ് വിധുവിനെ അറിയുന്നത് എന്നുള്ള കാര്യമാണ് ഇയാൾ പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു ഹോട്ടലിൽ വെച്ച് പരിചയപ്പെട്ടു എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ 3 പേരെയും ഇപ്പോൾ അവരുടെ ഫോണുകൾ ട്രേസ് ചെയ്തുകൊണ്ട് പോലീസ് പിടികൂടിയിട്ടുണ്ട്. 3 പേരെയും ഏതാണ്ട് ഒരു 7 മണിയോടുകൂടി തന്നെ ആലപ്പുഴ ഭാഗത്തു നിന്നാണ് പിടികൂടിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മോഷണം മുതൽ അവരുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി എന്തായാലും കണ്ടെത്തേണ്ടതുണ്ട്. ഷിയാസ്, എന്തായാലും നാളെയോട് കൂടി തന്നെ ഇവരെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി സ്വാന്തന.